മെയിൻ ഇതാ നോക്കിക്കോട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മളെ മിക്ക ബോക്സിന്റെ അടിവശം ഉണ്ടോ. അധികം ഇഞ്ചുറി നമ്മളെ ബേഡ്സ് ചെറിയ ചിക്സിന് വരില്ല. ഇതിന് മുമ്പ് നമ്മളെ സൈഡ് ലൈൻ ട്രീറ്റ്മെന്റ് ചെയ്തൊരു ചിക്കനെ കാണിച്ചുതരാം. കേജിന്റെ അടി ഇതാ ഫുൾ പ്ലെയിൻഡ് ആണ്. ഇതിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേസിക്. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ വട്ടം ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ സ്പൈഡിലേക്കുള്ള ബേഡ്സിനെ പറ്റിയിട്ട്, എൻ്റെ ഒരു ബേഡിന് സ്പൈഡിലേക്ക് വന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാം വന്നത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അതിന് മുമ്പ് ഞാൻ ആ വീഡിയോ തന്നെ കാണിച്ചിരുന്നു, സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിരുന്നു. കാരണം വെച്ചാൽ എന്താണ് സ്പൈഡിലേക്ക്, എങ്ങനെയാണ് സ്പൈഡിലേക്ക് വരിക, സ്പൈഡിലേക്കിൻ്റെ കാരണങ്ങളൊക്കെ വിശാഖിട്ടായിരുന്നു. പക്ഷേ ഞാനതിൽ പറഞ്ഞൊരു കാരണം എന്താ കാരണം വെച്ചാൽ നമ്മളെ ബോക്സിൻ്റെ അടിപ്രതലം, അതായത് ബോക്സിൻ്റെ അടിവശം ഒരു കാരണവശാലും എന്താ പറയുക നമ്മൾ പ്ലെയിൻഡ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, അതിനിപ്പോൾ വേറെ എന്തൊക്കെ ചെയ്യാന്നുള്ള പലതരം ചോദ്യങ്ങൾ വന്നിരുന്നതിന് ശേഷം എനിക്ക് കുറേ പേർക്ക് എന്താ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒന്നും സക്സസ് ആയില്ല. കുറേ പേർക്ക് 3-4 പേർക്ക് മാത്രം സക്സസ് ആയി, ബാക്കിയുള്ള എല്ലാവർക്കും പേരായിട്ടോ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ദയവേത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ മുമ്പ് നമ്മളെ സൈഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു ചിക്കനെ കാണിച്ചുതരാം. ആള് പുറത്തിറങ്ങിട്ടോ, പക്ഷെ ആളെ പിടിക്കാൻ കഴിയില്ല. ആളിപ്പോൾ നല്ല കടിയാണ്. കാരണം വെച്ചാൽ ഞാൻ അവളെ ഹാൻഡ് ഫീഡിന് എടുത്തില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ ഹാൻഡ് ഫീഡും കൂടി അതിനേക്കാളും വിഷയം, അതുകൊണ്ട് ഞാൻ അവളെ ഹാൻഡ് ഫീഡിന് എടുത്തില്ല. അവള് ഇറങ്ങി, താഴോട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആളിപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, 100% റെഡി എന്ന് പറയണ്ട. ആള് പതുക്കെ ഡെവലപ്പ് ആവുള്ളൂ കേട്ടോ. പതുക്കെ ഡെവലപ്പ് ആയിട്ട് വരുള്ളൂ. ഏകദേശം ചെറുതായി നടന്നു വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പോൾ ആള് നടക്കുന്നത്. ആള് നടക്കാനും ഫുഡ് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആള് 100 എന്ന് പറയാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് വരാനുള്ള കാരണത്തെ പറ്റി ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോ പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഒരു സ്റ്റഡി ക്യാമ്പ് പോലെ ചെയ്തിട്ടാണ് പറഞ്ഞത്. കാരണം അതിന് വിശദമായിട്ട് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചതാ. മെയിൻ ഇതാ നോക്കിക്കോട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മളെ മിക്ക ബോക്സിന്റെ അടിവശം ഉണ്ടോ. ഈ രീതിയിലേക്ക് മിക്ക ബോക്സിന്റെ അടിവശം ഭയങ്കര പ്ലെയിൻ. അപ്പോൾ ആ സമയത്ത് ചില സമയത്ത് ചിക്കുകൾ ഇറങ്ങിയാൽ കൂടി എന്താ വെച്ചാൽ ഒരു പാരൻസ് ഇറങ്ങൂല കേട്ടോ. പാരൻസ് ഇറങ്ങാണ്ട് തന്നെ ഓരെന്ത് ചെയ്യും, ചിക്കൻ്റെ മേലെ തന്നെ കിടക്കും 2-3 ദിവസം. ആ സമയമാണ് നമ്മളെ സൈഡ് ലെഗ് പോലെ സംഭവം. കാരണം ഇതിൻ്റെ കടിയുണ്ടോ, ഇതിൻ്റെ കടി ഇപ്പോൾ ഞാൻ കണ്ടോ ഒന്ന് പരിക്കനാക്കിയിട്ടാണ്. ഇന്നിപ്പോൾ പരിക്കനാണ്. മറിച്ച് മറ്റേ ബേഡിൻ്റെ ഇത് റെഡ് ട്രാക്സ് നമുക്ക് കേട്ടോ. അപ്പോൾ ഓരോ കേജിൻ്റെ അടി കാണിച്ചാൽ കേട്ടോ. ഓരോ കേജിൻ്റെ അടി ഇതാ ഫുൾ പ്ലെയിൻഡ് ആണ്. ഇതിൽ കൺഫേം ആയിട്ട് സ്പൈഡിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മെയിൻ കേസ് തന്നെയാണ് കേട്ടോ. മെയിൻ കേസ് സ്പൈഡിലേക്ക് വരാനുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ അതിൽ നമ്മളെ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കൂടി മെയിൻ കാണുക. അപ്പം അതിന് ചെയ്യാൻ പറ്റിയ കാരണം എന്ന് വെച്ചാൽ ഇതാ ഈ ബോക്സിന് അടിയുണ്ടോ. നമ്മളിപ്പോൾ ചെറിയൊരു നെറ്റ് യൂസ് ചെയ്ത് അടിച്ചുണ്ടോ. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൽ കിടക്കുമ്പോഴും ആ കുട്ടികളെ കാലം അങ്ങോട്ട് വൈഡാവും. ഒരു ഗ്രിപ്പ് ഉണ്ടാവും. എപ്പോഴും മക്കൾക്ക് ഒരു ഗ്രിപ്പ് ഉണ്ടാവും. കണ്ടോ ഈ ഒരു മോഡൽ. ഇത് നമ്മൾ ക്രിംസൺ കൊണ്ടുകൊണ്ട് കേജാട്ടോ. അതാ ക്രിംസൺ ഓരോ കേജാണ്. അപ്പോൾ ഓർക്ക് വേണ്ടി അടിച്ചു കൊടുത്താൽ ഇതിനും പറ്റൂല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. ഇതാ ഈ ഒരു നെറ്റ് ഉണ്ടോ. ഈ നെറ്റാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. കാലൊന്നും വൈഡാവാണ്ട ഗ്രിപ്പും കിട്ടും. അധികം ഇഞ്ചുറി നമ്മളെ ബേഡ്സ് ചെറിയ ചിക്സിന് വരില്ല. ഈ ഒരു നെറ്റ് ഉണ്ടോ. ഈ ഒരു നെറ്റ് നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളി. നല്ല റിസൾട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരന് നല്ല രീതിയിൽ ബേഡ്സിന് മിക്കത്, അതായത് ഓരോ ക്ലച്ച് 2 ചിക്സിനെങ്കിലും അല്ലെങ്കിൽ 1 ചിക്സിനെങ്കിലും കൺഫേം ആയിട്ട് സ്പൈഡിലേക്ക് വരാറുണ്ട്. ആ സമയത്ത് ഞാൻ ഓനോട് പറഞ്ഞു ഈ ഒരു നെറ്റ് യൂസ് ചെയ്ത് നോക്കുന്നത്. ഇതൊരു മീറ്ററിന് 150 രൂപയാണ്. 1/2 മീറ്ററിന്റെ നമുക്ക് ഒരു 5-6 കേജോളം നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അത് 1/2 മീറ്റർ 75 രൂപ, 70 റുപ്യ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് ഒരു 5-6 കേജോളം നമുക്ക് കവർ ചെയ്ത് വരാം. അപ്പോൾ ഇത് അടിയിൽ നിലത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ സാധാ പോലത്തെ മരപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നല്ല റിസൾട്ടാണ്. ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടാണ്. നമ്മളെ ഹാർഡ്വെയർ ഷോപ്പിൽ നെറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇല സാധാ പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക, വെച്ച് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ വേറെ ഒന്നും ചെയ്യണ്ട. മറ്റേതിപ്പോൾ ഇതിപ്പോൾ ഇവർക്ക് 2-3 കേജിൽ വെക്കാണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സണ്ണിൻ്റെ ആ കേജിലൊക്കെ വെക്കാണ്ട്. ആ കേജിന് വേണ്ടിയിട്ട് മസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത്ര ഇൻഫോർമേറ്റീവിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. ബൈ.